ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഹാർട്ടിനെ പറ്റി തന്നെയാണ്. അപ്പോൾ അതായത് ഹാർട്ട് ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ. ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ബ്ലോക്കിൻ്റെ വരാം, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പമ്പിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടുവരാം, പിന്നെ അതുപോലെ വാൽവിൻ്റെ കുഴപ്പം കൊണ്ടുവരാം. ഒരുപാട് കാരണങ്ങളിൽ വരും. അപ്പോൾ എന്നിരുന്നാൽ തന്നെ ജനറലായിട്ടുള്ളൊരു ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് നമ്മുടെ ബോഡി തരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ ഹാർട്ട് പേഷ്യൻറ്റിന് ഏറ്റവും കൂടുതൽ കുഴപ്പം തോന്നിക്കുന്നത് നമ്മുടെ വയറിൻ്റെ മേൽവശവും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അപ്പർ പാർട്ട് ഹാർട്ട് റീജിയനിലും ലങ്സ് റീജിയനിലും ഒക്കെ ആയിരിക്കും. അതായത് ഹാർട്ട് ഇരിക്കുന്ന സ്ഥലത്തും മേളിലും താഴെയായിട്ട് അത് വയറിലും അതിൻ്റെ അനുഭവം നമുക്ക് അനുഭവപ്പെടാം. അപ്പോൾ ഉദാഹരണം നമ്മൾ നെഞ്ചരിച്ചിലെന്ന് പറയും, അതിന് ഇംഗ്ലീഷിൽ ഹാർട്ട് ബേൺ. അത് പല കാരണങ്ങളുണ്ട് ഹാർട്ട് ബേൺ വരാം. ഇപ്പോൾ അമിതമായിട്ടുള്ള എരിവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ബേൺ തോന്നിക്കും. അല്ലാതെ തന്നെ ഹാർട്ടിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെ ഹാർട്ടിൻ്റെ നെഞ്ചരിച്ചിൽ തോന്നിക്കും. അത് ചുരുക്കിയത് രണ്ടും കൂടെ പറയുന്നത് ഹാർട്ട് ബേൺ എന്നാണ്. അപ്പോൾ അത് ഹാർട്ടിൻ്റെ ഒരു സൈനാണ്. അപ്പോൾ ഹാർട്ട് പറയുന്നത് എന്നെ ശ്രദ്ധിക്കണം, എനിക്കിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ തന്നെ ഒരു നെഞ്ചരിച്ചിൽ വന്നു കഴിഞ്ഞാൽ കൺസൾട്ട് ചെയ്യാം. പിന്നെ ഒന്ന്. രണ്ടാമത് ചില ആൾക്ക് ഹാർട്ട് പേഷ്യൻറ്റിന് നടക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ കയറ്റം കയറാനോ അല്ലെങ്കിൽ പടി കയറുന്നതിനോ ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരും. 2-3 സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് ഹാർട്ടിന് ഫങ്ഷൻ കുഴപ്പമുണ്ടാക്കിയിട്ട് അവർക്ക് നടക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജ് വരും. ആ സ്റ്റേജിൽ നമ്മൾ ഹാർട്ടിൻ്റെ മാത്രമല്ല മറ്റു പല കാരണങ്ങളും കൊണ്ടും വരാം. ഇപ്പോൾ ഉദാഹരണം അമിതമായിട്ടുള്ള അനീമിയ അല്ലെങ്കിൽ വളർച്ച, ആ ഒരു പേഷ്യൻ്റ് ഇതുപോലെ നോക്കാം. അവർക്ക് ഹാർട്ട് പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിടിപ്പ് തോന്നിക്കാം. പിന്നെ ഇതുപോലെ കയറ്റം കയറാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. പിന്നെ ചില ആൾക്ക് വർത്തമാനം പറയാൻ തന്നെ, ഇപ്പോൾ ഉദാഹരണം ചില സ്പീക്കേഴ്സൊക്കെ ഉണ്ട്, ചില രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്, അവർ അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് കുറേ നേരം പഠിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ശ്വാസം മുട്ട് തോന്നിക്കും. പക്ഷെ അവരത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ നമ്മളത് മൈൻഡ് ചെയ്യണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു മെഡിക്കൽ കെയർ എല്ലാവർക്കും ഉള്ളത് നല്ലതാണ്. നമ്മൾ കൂടെ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും BP നോക്കണം. അപ്പോൾ BP കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പല സിംറ്റംസും വരും. BP കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർക്കാനും ഛർദ്ദിൽ ഇതൊക്കെ ഉണ്ടാവാം. പിന്നെ അസഹ്യമായിട്ടുള്ള തലവേദന ഉണ്ടാവാം. തലവേദനയ്ക്ക് ഒരുപാട് റീസൺസ് ഉണ്ട്, ഹാർട്ടിൻ്റെ മാത്രമല്ല. ആ ഒരു കണ്ടീഷൻ നമ്മൾ BP നോക്കുമ്പോഴത്തേക്ക് ചിലപ്പം BP അങ്ങനെ വരാം. പിന്നെ ലോ BP കൊണ്ടും വരാം. ലോ BP ഉണ്ടാകുന്നതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പമ്പിങ് വളരെ കുറഞ്ഞിട്ട് വരും. പിന്നെ അതുപോലെ ചില ആളുകൾക്ക് ഈ ഹാർട്ട് അറ്റാക്ക് നമുക്കെല്ലാവർക്കും എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് എർത്ത് കേക്ക് പോലാണ്, അത് ഭൂചലനം പോലാണ്. ഭൂമി എപ്പോഴും ഇങ്ങനെ ഭൂമിയിലിങ്ങനെ എപ്പോഴും ഭൂമി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്ന ഒരു വർക്കിംഗ് ഓർഗനാണ്. അതായത് ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെ റെസ്റ്റ് ഇല്ലാത്ത ഒരേ ഒരു അവയവം ഹാർട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ അവയവങ്ങൾക്കും നമുക്ക് റെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് തലച്ചോറിന് ആശ്വാസമാണ്, റെസ്റ്റ് കിട്ടുന്നുണ്ട്. ആഹാരം കുറച്ച് കഴിക്കുമ്പോഴത്തേക്ക് ഡൈജസ്റ്റീവ്, അതായത് ദഹനേന്ദ്രിയങ്ങൾക്ക് പ്രോബ്ലം വരുന്നില്ല. പിന്നെ അതുപോലെ നമ്മൾ ഏത് ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാലും ഹാർട്ട് എപ്പോഴും പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഹാർട്ടിന് ഒരിക്കലും നിൽക്കാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെ റെസ്റ്റ് ഇല്ലാത്ത നമ്മളിപ്പം കണ്ണിന് തന്നെ നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് കണ്ണിന് റെസ്റ്റുണ്ട്, എല്ലാം ഉണ്ട്. ഹാർട്ടാകുമ്പോഴത്തേക്ക് ഉറങ്ങുമ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ മാത്രമല്ല ജനനം തൊട്ട് മരണം വരെയും നമുക്ക് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള അവയവങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും. എന്നാൽ ഹാർട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഹാർട്ടിന് പല കാരണങ്ങളുമുണ്ട് ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് വരാം. ഇപ്പോൾ ചില ആൾ അമിതമായിട്ടുള്ള മദ്യപാനം മതി, അതും ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ ചില ആളുടെ അമിതമായിട്ടുള്ള ആഹാരം അതും പ്രോബ്ലം ഉണ്ടാക്കും. കാരണം ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ പൂറാണെന്നുണ്ടെങ്കിൽ, ദഹനം വന്നില്ലെങ്കിൽ അതിന് ഹാർട്ടിനെ വീണ്ടും കൂടുതലായിട്ട് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഹാർട്ട് വീക്കാവും. പിന്നെ അത് മാത്രമല്ല ഈ ഹാർട്ട് അറ്റാക്ക് തന്നെ വരും ചില ആൾക്ക്. അൺനോൺ റീസൺ ഇല്ലാത്തൊരു കാര്യമില്ല. അപ്പോൾ BP നോർമൽ, പൾസ് നോർമൽ, എല്ലാം നോർമൽ, കൊളസ്ട്രോൾ ഒന്നുമില്ല. പക്ഷേ എന്നാലും ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. അത് ഹാർട്ട് അറ്റാക്ക് ഡ്യൂ അൺനോൺ റീസൺ. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഡോക്ടർമാർ പോയി എല്ലാം പരിശോധിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. സകലതും നോർമലാണ്, പക്ഷേ ഹാർട്ട് അറ്റാക്ക് അൺനോൺ റീസണാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്.
നമ്മുടെ വയറിലും ഈ കൂടുതലായിട്ട് ഗ്യാസ് ഉണ്ടാവും, ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. ഈ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്താണ്, ഞാൻ എൻ്റെ ഫിസിയോളജിയാണ് പറയുന്നത്, എൻ്റെ ധർമ്മമാണ് പറയുന്നത്. ഈ ഗ്യാസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ ഗ്യാസ് ചില പേഷ്യൻസിന് മേളിലോട്ട് ഗ്യാസ് ഒരിക്കലും പോവില്ല, താഴോട്ടാണ് പോകേണ്ടത്. അതായത് മലദ്വാരത്തിൽ കൂടാണ് ഗ്യാസ് പോകേണ്ടത്. ചില ആൾക്ക് മലബന്ധം ഉണ്ടെങ്കിലും ഗ്യാസ് പോവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ബലൂൺ പോലെ വയറ് ഇത് കെട്ടി നിൽക്കും, അത് വയറ് കയറി പെരുവും. അപ്പം ഇത് പെരുകുമ്പോഴത്തേക്ക് എന്താണ്, ഈ ഹാർട്ടും പിന്നെ ലങ്സിനെയും ഉറപ്പിച്ചിരിക്കുന്നത് ഒരു വിഭാജക ഭിത്തിയുണ്ട്, അതിന് ഡയഫ്രോ എന്ന് പറയും, ഒരു മസിലാണിത്. ഈ മസിൽ പൊങ്ങും. ഇത് മസിൽ പൊങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, ഈ ഹാർട്ടിനെ അത് ഇറിറ്റേറ്റ് ചെയ്യും, ലങ്സിനെയും. ദ റിസൾട്ട് ഈസ് ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് ഇത് വരുന്നത് ഡോക്ടർമാർക്ക് പോലും അറിയാൻ സാധിക്കില്ല. പക്ഷേ ഇതിന് ഒരേ ഒരു ട്രീറ്റ്മെൻറ്റാണുള്ളത്. ഹാർട്ട് അറ്റാക്ക് ഡ്യൂ ടു അൺനോൺ റീസൺ, ഗ്യാസ് കൊണ്ടുണ്ടാകുന്നതിന് ചെറിയൊരു എനിമ കൊടുത്താൽ മാത്രം മതി. പക്ഷെ അതുകൊണ്ട് നമ്മുടെ എല്ലാ വീട്ടിലും ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ഹാർട്ട് പ്രോബ്ലം ഉണ്ടായാലും അതുപോലെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെയും ഒരു എനിമ ക്യാൻ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട്, ഇതുപോലൊരു പേഷ്യൻ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു എനിമ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ മലബന്ധം ഉണ്ടാക്കാതെ സൂക്ഷിക്കണം. അതും ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു വലിയ പ്രോബ്ലംസാണ്. അപ്പോൾ ഹാർട്ട് ലക്ഷണങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഇതേപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു സിസ്റ്റം പഠിച്ചിട്ടുള്ള ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നോക്കിയിട്ട് അതിൻ്റെ കാരണങ്ങൾ താൽക്കാലികമായിട്ടുള്ളതും പെർമനൻ്റ് ആയിട്ടുള്ളതും പറയും. ചിലപ്പോൾ ആഹാരത്തിൻ്റെ ക്രമം കൊണ്ടും ഈ ഹാർട്ടിൻ്റെ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക. ഇതിനെയൊക്കെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒഴിവാക്കിയിട്ട് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ്. കൂടുതലും നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഒരെണ്ണമാണ് ഹാർട്ട് ബ്ലോക്ക്. ഈ ബ്ലോക്ക് മാറ്റാനായിട്ടാണ് ബൈപ്പാസ് സർജറിയും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ട് പേഷ്യൻ്റ് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. എൻ്റെ വാക്കല്ല, WHO തന്നെ പറഞ്ഞിരിക്കുക. അതായത് ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. അതുപോലെ ബൈപ്പാസ് സർജറി തന്നെ മോർ ദാൻ 90%, 90% കൂടുതൽ ബൈപ്പാസ് സർജറിയും ആവശ്യമില്ലാത്തതാണ്. ഇതിൻ്റെ എല്ലാം ഒഴിവാക്കിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ലേസർ ട്രീറ്റ്മെൻറ്റ്. ഈ ബീംസ് അകത്ത് പോയിട്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്തു. ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ എൻ്റെ സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.